ഡാവിഞ്ചി റിസോൾവിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ മാത്രം വീഡിയോ കാണാം, ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഡാവിഞ്ചി റിസോൾവിൽ ലാഗ് ആകുകയോ സ്റ്റക്ക് ആകുകയോ ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കുറേ സെറ്റിംഗ്സിൻ്റെ കൂടെ ചെയ്യുന്ന ഒന്നാണ് പ്രോക്സി മീഡിയ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഒളിഞ്ഞടപ്പുണ്ട്. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് പ്രോക്സി മീഡിയ എന്നും ജനറേറ്റ് ഒപ്റ്റിമൈസ്ഡ് മീഡിയ എന്നും രണ്ടെണ്ണം കാണാം. ഇത് മിക്ക തുടക്കക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെയാണെങ്കിലും പക്ഷെ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. പലരും കറക്റ്റായിട്ട് പ്രോക്സി മീഡിയ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാതെയാണ് പലരും അത് ജനറേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളിത് ഉപയോഗിക്കുന്ന ഒരു 4K വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ലോ എൻഡ് PC ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രോക്സി മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോക്സി മീഡിയ എന്താന്ന് പറഞ്ഞിട്ട് ഒപ്റ്റിമൈസ്ഡ് മീഡിയ എന്താന്ന് പറയാം. പ്രോക്സി മീഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ഫുട്ടേജ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സൈസ് കുറഞ്ഞൊരു കോപ്പിയാണ് ഈ ഒരു പ്രോക്സി മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ചെറിയ ഫയലുകൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഡാവിഞ്ചി റിസോൾവിന് ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഡിറ്റിംഗ് നല്ല സ്മൂത്തും ആയിരിക്കും. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ഫുട്ടേജിന് ഒരു കുഴപ്പവും പറ്റത്തില്ല. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു ക്ലിപ്പാണ്. ഇനി നമുക്ക് ഈ താഴെ കാണുന്ന ജനറേറ്റ് ഒപ്റ്റിമൈസ്ഡ് മീഡിയ, ഈ ഒപ്റ്റിമൈസ്ഡ് മീഡിയ എന്താണെന്നുള്ളത് നോക്കാം. ഒപ്റ്റിമൈസ്ഡ് മീഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾക്ക് പെർഫോമൻസ് വർദ്ധിക്കും കേട്ടോ, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നത് വേറൊരു രീതിയിലാണ്. വേറെ പ്രോക്സി ഫയലുകൾ ഉണ്ടാക്കുന്നതിന് പകരം ഡാവിഞ്ചിക്ക് ഏറ്റവും എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. നിങ്ങളുടെ സെയിം ഫുട്ടേജിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. പ്രോക്സി മീഡിയയിൽ മറ്റൊരു ക്ലിപ്പായിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇതിൽ ആ വീഡിയോ തന്നെ അവർ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസ്ഡ് മീഡിയയിൽ മറ്റേതിനെ അപേക്ഷിച്ച് പ്രോക്സി മീഡിയ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റോറേജ് ആവശ്യമായിട്ട് വരും. അതൊരു പോരായ്മയാണ്. കൂടാതെ മറ്റേതിനേക്കാളും ഫ്ലെക്സിബിലിറ്റിയും വളരെ കുറവാണ് ഈ ഒരു ഒപ്റ്റിമൈസ്ഡ് മീഡിയയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് ഇനി തൊട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുക. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രോക്സി മീഡിയ തന്നെയാണ്. അതാണ് കുറച്ചുകൂടി ഫ്ലെക്സിബിളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ള ഓപ്ഷനും ഇതാണ് കേട്ടോ. ഇത് കുറച്ച് പഴയതാണ് ഈ ജനറേറ്റ് ഒപ്റ്റിമൈസ്ഡ് മീഡിയ എന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ.